നമസ്കാരം. ഇവിടെ ആലപ്പുഴ ജില്ലയിലെ പന്തളം എടപ്പോൺ ജോസ്കോ നഴ്സിംഗ് കോളേജിൽ നടന്നിരിക്കുന്ന കുറച്ച് അതിക്രമങ്ങളെപ്പറ്റി കഴിഞ്ഞ ദിവസം ഞങ്ങൾ വീഡിയോ ചെയ്യുകയുണ്ടായി. കാരണം അത് ഈ പൊതുസമൂഹത്തിന് ഒരിക്കലും ഉൾക്കൊള്ളാവുന്ന ഒരു രീതിയിലല്ല ആ ജോസ്കോ നഴ്സിംഗ് കോളേജിൻ്റെ മാനേജ്മെൻറ്റ് നടത്തിക്കൊണ്ട് പോകുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ അത്തരം കാര്യങ്ങളെപ്പറ്റി പരാമർശിക്കേണ്ടി വന്നത്. അത് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും വളരെ കഠിനമായ രീതിയിലാണ് അവിടെ കാര്യങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതും കൂടി ഒന്ന് പൊതുസമൂഹത്തെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിൻ്റെ അണ്ടറിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥാപനം നടന്നത്. ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ ലോകത്ത് ആയിരക്കണക്കിനുണ്ട് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുകൾ. എല്ലാം ക്രിസ്തുവിൻ്റെ പേരും പറഞ്ഞുകൊണ്ടാണ്. ഈ കോളേജിൽ നടന്നിരിക്കുന്ന ആ അതിക്രമം എന്ന് പറയുന്നത് ചുരുങ്ങിയ കാലം കൊണ്ട്, അതായത് 3-4 മാസം കഴിഞ്ഞ നവംബറിലാണ് അവിടെ ജനറൽ നഴ്സിംഗ് ചേർന്നിരുന്ന കുട്ടികളിൽ നിന്നാണ് ഏകദേശം 4 ലക്ഷം രൂപയോളം തട്ടിയെടുത്തിട്ട് ആ കുട്ടികളെയെല്ലാം വളരെ മോശക്കാരാക്കി ചിത്രീകരിച്ചുകൊണ്ട് ആ പണം മൊത്തം കൈക്കലാക്കി എന്ന് മാത്രമല്ല അവരുടെ സർട്ടിഫിക്കറ്റും കൈക്കലാക്കി വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാനേജ്മെൻറ്റ്. ഇവർ എന്നിട്ട് അവരുടെ പൊടിയായിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു പുറംചട്ട എന്ന നിലയിൽ ഈ മതത്തെ ദുരുപയോഗം കൂടെ ചെയ്യുന്നു. ഹല്ലേലൂയ സ്തോത്രമെന്നും അല്ലെങ്കിൽ കുരിശൊക്കെ വെച്ച് അതിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ഇരിക്കുന്ന കസേരയുടെ മുകളിൽ വലിയ കുരിശൊക്കെ വെച്ചിട്ടുണ്ട്. കാരണം ഈ കുരിശൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അയ്യോ ഇത് ഭയങ്കര മതപരമായിട്ടുള്ള കാര്യങ്ങളാണ്, അതുകൊണ്ട് ഇവിടെയെല്ലാം വളരെ നല്ല രീതിയിലുള്ള കാര്യങ്ങളെ നടക്കുള്ളൂ എന്നുള്ളൊരു സന്ദേശം ഒരു പുറംചട്ട അനാവരണം ചെയ്തുകൊണ്ട് വളരെ ഭീകരമായ അല്ലെങ്കിൽ ഒട്ടും ക്രൂര ക്രിമിനൽ പ്രവൃത്തിയാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സാധുക്കളായിട്ടുള്ള കുട്ടികളെ അവിടെ നേഴ്സിങ്ങിന് ചേർത്തിട്ട് അവിടെ നേഴ്സിംഗ് കോളേജിൻ്റെ മറവിൽ എന്ന് വേണമെങ്കിൽ പറയാം അവർ നടത്തുന്ന വളരെ നികൃഷ്ടമായ പ്രവൃത്തികളെപ്പറ്റി അവിടുന്ന് കുട്ടികൾ തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ പൊതുസമൂഹത്തിൽ നിന്ന് ഞങ്ങളുടെ അന്വേഷണത്തിൽ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളുമാണ് ഞങ്ങൾ ഓരോ വീഡിയോയിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ നേഴ്സിംഗ് കോളേജിനോട് ചേർന്ന് തന്നെ ഇവർ നടത്തുന്ന ഒരു ഹോസ്പിറ്റൽ ജോസ്കോ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്നാണ് പേര്. പക്ഷേ സത്യത്തിൽ അവിടെ നടക്കുന്ന വെറും പാലിയേറ്റീവ് കെയർ യൂണിറ്റ്, അതായത് വലിയ പ്രായമായ ആൾക്കാരെ അവരെ കൊണ്ടുവന്ന് ശുശ്രൂഷിക്കുക എന്നുള്ള ഒരു ലെവലിൽ അവിടെ കൊണ്ട് തള്ളിയിരിക്കുന്നു എന്ന് വേണേൽ പറയാം. അത് പിന്നെ എന്തും ആയിക്കോട്ടെ, അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അവിടെ കൊണ്ട് ഇവർ ശുശ്രൂഷിക്കുമെന്ന ധാരണയിൽ കൊണ്ടിടുന്ന മക്കളുടെ ഒരു ബലഹീനത എന്നേ നമുക്കിപ്പോൾ അതിനകത്ത് പറയാൻ പറ്റുള്ളൂ. അത് എന്തോ ആകട്ടെ, എന്താണെങ്കിലും ശരി, അവിടെ നടന്നിരിക്കുന്ന കിരാതമായ നടപടി ഇപ്പോൾ അവിടെ പഠിച്ചിറങ്ങിയല്ല, അവിടെ സ്കൂളിൽ പോയി ജോയിൻ ചെയ്ത് 4-5 മാസം കൊണ്ട് 4-5 ലക്ഷം രൂപ കളഞ്ഞ് അവരുടെ മാനസികവും ശാരീരികവും സാമ്പത്തികവും സാമൂഹികവുമായിട്ട് അവർക്ക് വന്നിരിക്കുന്ന ആ അധപ്പതനം, അതാണ് ആ കുട്ടി വെളിപ്പെടുത്തിയിരിക്കുന്നത്. ആ കാര്യങ്ങൾ ആയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് ആഡ് ചെയ്തതെന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ ആ കുട്ടി പറയുന്നത് മാത്രം നിങ്ങളൊന്ന് കേട്ട് നോക്കുക. ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കോളേജിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യങ്ങൾ. എന്താണെങ്കിലും ശരി, ഇതിനെതിരെ അതിശക്തമായിട്ട് ഇവിടുത്തെ ഭരണ നിയമ സംവിധാനം ഇടപെട്ടേ പറ്റുള്ളൂ. കുറച്ച് മനുഷ്യാവകാശ പ്രവർത്തകരൊക്കെ ഈ കാര്യത്തിനകത്ത് ഇടപെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് എത്രയും പെട്ടെന്നൊരു തീർപ്പുണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കുട്ടികളുടെ ഭാവി ഇരുളടഞ്ഞ അവസ്ഥയിലേക്ക് കടന്നു പോകാനായിട്ട് ഒരിക്കലും പൊതുസമൂഹം അനുവദിച്ചു കൊടുത്തുകൂടാ. അവരനുഭവിക്കുന്ന കഠിനമായ മനോവേദ അത് അവർക്കും കുട്ടികളുടെ പേരൻസിനും മാത്രമേ തിരിച്ചറിയാൻ സാധിക്കുള്ളൂ. പൊതുസമൂഹത്തിൽ നിന്ന് നോക്കുമ്പോൾ അത് ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമായിട്ടേ പലർക്കും തോന്നുകയുള്ളൂ. പക്ഷേ ഇതിൻ്റെ ആ കാഠിന്യം എത്രമാത്രം ഉണ്ടെന്ന് അത് അനുഭവിച്ച് പോകുന്നവർക്ക് മാത്രമേ അതിൻ്റെ കാഠിന്യം മനസ്സിലാവുള്ളൂ. കാരണം വെറും സാധാരണക്കാരായിട്ടുള്ള കുട്ടികളും അവരുടെ പേരൻസുമാണ് ഇത്രയും പൈസ കഷ്ടപ്പെട്ടുണ്ടാക്കി കടവും ലോണും ഒക്കെ എടുത്ത് ഈ ജോസ്കോ മാനേജ്മെൻറ്റിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പക്ക ഫ്രോഡുകളായിട്ടുള്ള മാനേജ്മെൻ്റ് ആണ് എന്ന് തന്നെ നമുക്കിതിനകത്ത് വിലയിരുത്തേണ്ടി വരും അവരുടെ ആ പ്രവൃത്തി കാണുമ്പോൾ. ഇനി കുട്ടികളുടെ ഭാഗത്ത് നിന്ന് എത്ര വലിയ തെറ്റുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും ഒരു വാദത്തിന് വേണമെങ്കിൽ മാനേജ്മെൻറ്റ് പറയുന്നതിനകത്ത് എന്തെങ്കിലും ഒരു കഴമ്പുണ്ടെങ്കിൽ പോലും കൂടെ ഈ കുട്ടികൾ ഇവരുടെ സൗന്ദര്യം കണ്ടിട്ടൊന്നും അല്ലല്ലോ ഇത്രയും പൈസ അവിടെ കൊണ്ടു കൊടുത്തിരിക്കുന്നത്. ഈ 4-5 ലക്ഷം രൂപ 3-4 മാസത്തേക്ക് അവിടെ പോയി കഷ്ടപ്പെട്ട് അവരുടെ ഈ പീഡനത്തിന് ഇരയാവാൻ വേണ്ടിയിട്ടല്ല ഈ കുട്ടികൾ ഈ പൈസ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ പൈസ അവരുടെ സർട്ടിഫിക്കറ്റ് മാന്യമായിട്ടെങ്കിലും തിരിച്ചു കൊടുക്കണ്ടേ.
അതുപോലും ചെയ്യാതിരിക്കുന്നിടത്തോളം കാലം ഈ മാനേജ്മെൻറ്റ് കൊടും ക്രൂര ക്രിമിനൽ പ്രവൃത്തിയാണ് ചെയ്തിരിക്കുന്നതെന്നുള്ളതിന് ഇതിൽ പരം എന്ത് തെളിവ് വേണം? ഏതായാലും ആ കുട്ടി പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് കേട്ടു നോക്കുക, എന്നിട്ട് പൊതുസമൂഹം വിലയിരുത്തുക. അതുപോലെ തന്നെ ഇവിടുത്തെ ഭരണ നിയമ സംവിധാനങ്ങളും ശക്തമായിട്ട് അതിനകത്ത് ഇടപെടുക. നമസ്കാരം സാറേ. നമസ്കാരം. അവിടുത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണ് ശരിക്കും? ഇപ്പൊ അവിടെ പഠിക്കുന്നുണ്ടോ നിലവില്? ഇല്ല, ഇപ്പൊ വീട്ടിലിരിക്കുകയാണ്. അതെയോ? അതെ. എത്ര നാളായി അവിടുന്ന് പോന്നിട്ട്? ഇപ്പൊ 2 മാസം ആവുന്നു. മറ്റേ ആ കുട്ടികളൊക്കെ പോകുന്ന കൂട്ടത്തിൽ പോന്നിരിക്കുന്നതാണോ? അതെ. ഓക്കെ. അതായത് അവര് പുറത്താക്കിയ കുട്ടിയിൽപ്പെട്ട ആളാണ് അല്ലേ? അതെ. പേരെന്തായിരുന്നു പറഞ്ഞ? എന്റെ പേര് സഫ. സഫ അല്ലേ? വീട് എവിടെയാണ് ശരിക്കും? ഞാൻ ആലപ്പുഴയാ. ആലപ്പുഴയാണ് അല്ലേ? ശരിക്കും അവിടെ നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? എനിക്ക് ഇതുവരെയും ഏതാണ് സ്റ്റെഫിയുടെ ബ്രദർ സംസാരിച്ചൊരു കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ ശരിക്കും പറഞ്ഞാൽ. പിന്നെ കുറച്ച് ഔട്ട്സൈഡിൽ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾ അന്വേഷിച്ച് മനസ്സിലാക്കിയതും കുറച്ച് വീഡിയോസും കുറച്ച് ഫോട്ടോസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓഡിയോസൊക്കെ കിട്ടിയിട്ടുണ്ട്. ശരിക്കും അവിടെ നടന്നത് എന്താണ്? കുട്ടി എന്നാണ് അവിടെ അഡ്മിഷൻ എടുക്കുന്നത്? നവംബറിലോ? നവംബർ 20 അഡ്മിഷൻ എടുക്കുന്നത് ഞങ്ങള്. ഓക്കെ. നവംബർ 20 ക്ലാസ് അങ്ങ് തുടങ്ങുന്നത്. അതിന് മുമ്പ് അഡ്മിഷന്റെ പ്രോസസിങ് സ്റ്റാർട്ട് ചെയ്തിരുന്നു? സ്റ്റാർട്ട് ചെയ്തു, എല്ലാം കഴിഞ്ഞു. നവംബർ 20 ക്ലാസ്സിന് വരണമെന്ന് ഞങ്ങളോട് വിളിച്ചു ഇങ്ങനെ പറഞ്ഞ് ഞങ്ങൾ അതിന് ക്ലാസ്സിന് കയറി. 20 ചെന്ന് കയറി. 21 തൊട്ട് എനിക്ക് ഇതുപോലെ ഫുഡ് കഴിച്ചിട്ട് ഇന്നുപോലെ ഭയങ്കര തലകറക്കവും വൊമിറ്റിങ്ങും അങ്ങനെ എനിക്ക് പിറ്റേന്ന് തൊട്ട് നവംബർ 21 എനിക്ക് തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു ഇനി വീട്ടിൽ നിന്ന് മാറിയ ബുദ്ധിമുട്ടും അങ്ങനെയൊക്കെ ആയിരിക്കും വിചാരിച്ചു. അപ്പൊ തന്നെ വീട്ടിൽ നിന്ന് വിളിച്ചു, വീട്ടുകാർ വന്ന് കണ്ട് സംസാരിച്ചിട്ട് പോയപ്പോ ഞാൻ ഓക്കെ ആയി. അപ്പൊ അങ്ങനെ വിചാരിച്ച് പെട്ടെന്ന് നമ്മൾ ഒരു ഹോസ്റ്റലിൽ പോകുമ്പോൾ നമുക്ക് അതിന്റെ ബുദ്ധിമുട്ട് കാണുമല്ലോ. അപ്പൊ നമ്മൾ ഈ ഫുഡിന്റെ പ്രശ്നമൊന്നും നമ്മൾ ചിന്തിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് നവംബർ 22 പിന്നെ ഹോസ്പിറ്റലിൽ കയറി. ഇത് കണക്ക് വീണ്ടും എനിക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളായിട്ട് വീണ്ടും ഞാൻ കയറി. അത് കഴിഞ്ഞിട്ട് ഫുഡിന് പ്രശ്നം വന്ന് ഇങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞ് കുഴപ്പമില്ല, അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോവാന്ന് വിചാരിച്ച് നിന്ന്. അപ്പോഴത്തേക്ക് ഫുള്ള് ബ്രെഡും ജാമും ആയിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ഒരു ജാനുവരി ഒക്കെ ആയപ്പം ഇതുപോലെ എനിക്ക് ഫുഡ് ഇൻഫെക്ഷൻ, ഛർദിലും ഇതൊക്കെ ആയിട്ട് അവിടെ രാവിലെ കൊണ്ടുപോയി കാണിച്ചു കഴിഞ്ഞപ്പം കുഴപ്പമില്ല. 2 IV സെറ്റ് കയറ്റി കഴിഞ്ഞപ്പോ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഈവനിങ് ആയപ്പോ എനിക്ക് ഒരു ടെമ്പറേച്ചർ കൂടിയിട്ട് അങ്ങോട്ട് കുറയുന്നില്ല, ഒരു വിധത്തിൽ കുറയുന്നില്ല. എല്ലാരും കൂടെ ബോഡി അങ്ങോട്ട് തുടച്ചോണ്ടിരിക്കുക, എന്നിട്ടും ഒന്നും മാറുന്നില്ല. അപ്പോഴത്തേക്കും വൈകിട്ട് തന്നെ അപ്പം എനിക്ക് തീരെ നിൽക്കാൻ പോലും പറ്റുന്നില്ല. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചപ്പോ ആ ഡോക്ടർ പറഞ്ഞു അഡ്മിറ്റ് ആക്കണം, എന്താന്ന് അറിയത്തില്ല, ടെസ്റ്റ് ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. ഈ ആദ്യം പോയ ഹോസ്പിറ്റലും ഇത് ഇവരുടെ തന്നെയാണോ? രണ്ടാമത് പോയതും ഇതേ ഹോസ്പിറ്റൽ? എല്ലാം അവരുടെ ഹോസ്പിറ്റലിൽ തന്നെയാ, വേറെ ഹോസ്പിറ്റലും കാണിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ അവിടെ പോയി രാത്രി ആയപ്പം വീട്ടിൽ വിളിച്ചു ചോദിക്കാൻ പറഞ്ഞപ്പോ ഞാൻ ഉമ്മി ഇങ്ങനെ അഡ്മിറ്റ് ആവാൻ പറഞ്ഞു. എന്ത് ചെയ്യാനാന്ന് ചോദിച്ചപ്പോ ഉമ്മ പറഞ്ഞു അഡ്മിറ്റ് ആക്കി, എനിക്കിപ്പോ രാത്രി ഒറ്റയ്ക്ക് വരാൻ, ഞങ്ങള് ഉമ്മിക്ക് അച്ഛനെ ഡൈവോഴ്സ് ആയി നിൽക്കുക, അപ്പൊ ഉമ്മ ഒറ്റയ്ക്കേ ഉള്ളു. അപ്പൊ രാത്രി വരാൻ പറ്റത്തില്ല മോളെ, ഞാൻ ഉച്ചയ്ക്ക് ശേഷം ഉച്ചയ്ക്ക് എന്തായാലും എത്തിക്കോളാം എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞ ഓക്കെ ഉമ്മി എന്ന് പറഞ്ഞു ഞാൻ അഡ്മിറ്റ് ആയി അവിടെ. അപ്പോഴത്തേക്കും ആ ഒരു ദിവസം ഒരു അഡ്മിറ്റ് ആയതിന് എനിക്ക് 3000 രൂപ ട്രിപ്പ് അവരെന്റെ മേത്ത് കയറ്റി കഴിഞ്ഞ്. എന്റെ ബോഡിക്ക് പറ്റുന്ന രീതിയിൽ ഹൈ ഡോസ് മെഡിസിൻ അത് കയറ്റിക്കൊണ്ടിരുന്നത്. എന്നിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് പോലും എനിക്ക് എന്റെ വോമിറ്റിങ്ങും ഡയറിയും നിൽക്കുന്നില്ല. അങ്ങനെ ഡോക്ടർ വന്നിട്ട് ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്ത് സ്റ്റൂളൊക്കെ ടെസ്റ്റ് ചെയ്തപ്പോ പറഞ്ഞു ഫുഡ് ഇൻഫെക്ഷൻ, ബ്ലഡിലൊക്കെ ഇൻഫെക്ഷൻ ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ബാക്കി ഡോക്ടർമാരൊക്കെ ഇവരുടെ കയ്യിലിരിക്കുന്നതാ. ഇത് പുതിയൊരു ഡോക്ടർ ആയിരുന്നു. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് വന്ന് പറഞ്ഞു പേരൻസ് വരുമ്പോ കാണണോന്ന് പറഞ്ഞപ്പോ ഉമ്മി വന്നപ്പോ ഞാൻ പറഞ്ഞു ഇന്നലെ ഡോക്ടറെ കാണണോന്ന് പറഞ്ഞ് ഓക്കെ ചെന്ന് പറഞ്ഞു ഫുഡിന്. അപ്പൊ ഉമ്മി പറഞ്ഞു എനിക്ക് ഡിസ്ചാർജ് ഞങ്ങൾക്ക് തരണം, ഞാൻ ആലപ്പുഴയെ കൊണ്ട് കാണിച്ചോളാം, എനിക്ക് ഇവിടെ നിന്നാലും നോക്കാൻ പറ്റത്തില്ല. അപ്പം 5 മിനിറ്റ് നിൽക്കുന്നോറും ഈ IV ഇടുന്നോറും പൈസ പൊക്കോണ്ടിരിക്കുവോ, അല്ലാതെ എനിക്ക് അതിന്റെ അസുഖം കൊണ്ട് മാറുന്നില്ല. പൈസ പോയിക്കൊണ്ടിരിക്കുന്നു, അതിനേക്കാൾ ഉപരി നമ്മൾ ഒന്നും കൂടെ ഡൗൺ ആയിക്കൊണ്ടിരിക്കുക. എന്ന് വെച്ചാൽ ഒരു വെള്ളം പോലും എനിക്ക് വായി വെക്കാൻ പറ്റില്ല, അപ്പം തന്നെ വൊമിറ്റ് ചെയ്തോണ്ടിരിക്കുവേ. അങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ ആലപ്പുഴ ജില്ലാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ച് ഡോക്ടറെ ഞാൻ കാണിച്ചപ്പോ ആ ഡോക്ടർ ആ ചീട്ട് എടുത്ത് എറിഞ്ഞ്. എത്ര വയസ്സുണ്ട് കൊച്ചേന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു 19 വയസ്സുണ്ട് എനിക്കെന്ന് പറഞ്ഞു.
ഇത് നിന്റെ അമ്മയ്ക്ക് പറ്റിയ മരുന്നാണല്ലോ നിന്റെ ശരീരത്തിൽ കയറ്റിക്കൊണ്ടിരിക്കുന്നത്, പിന്നെ നിനക്ക് എങ്ങനെ അസുഖം മാറുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഡോക്ടർ എനിക്കറിയത്തില്ല, ഇപ്പൊ ഞാൻ ചെന്ന് കയറിയതുള്ള ഹോസ്പിറ്റലും ആ കോളേജിലും, എനിക്ക് ഇതിനെ പറ്റി ഒന്നും അറിയില്ല എന്നിങ്ങനെ പറഞ്ഞപ്പോ ഇവിടെ അഡ്മിറ്റ് ആയിക്കോ. അപ്പം പറഞ്ഞു അഡ്മിറ്റ് ആവണ്ട, ഞാൻ മെഡിസിൻ തരാം, എന്നിട്ട് നീ കുറഞ്ഞില്ലെങ്കിൽ വന്ന് അഡ്മിറ്റ് ആവാൻ പറഞ്ഞു. മെഡിസിൻ കഴിച്ചിട്ട് എനിക്കും ഇവിടുത്തെ മെഡിസിൻ കഴിച്ചിട്ട് എനിക്ക് മാറുന്നില്ല. ആ ഒരു ദിവസത്തെ മെഡിസിൻ അപ്പം പഴയ മെഡിസിന്റെ മേത്ത് കിടക്കുവാണല്ലോ, അത് മൊത്തം പൊക്കോണ്ടിരിക്കുക. അങ്ങനെ ഞാൻ ചെന്നിട്ട് ഡോക്ടർ എനിക്ക് ഒരു വിധത്തിൽ നിൽക്കാൻ പറ്റുന്ന ഡോക്ടർ, എനിക്ക് അഡ്മിറ്റ് ആയിക്കോളാൻ പറഞ്ഞ് അവിടെ അഡ്മിറ്റ് ആയി. അവിടുന്ന് ഈ ഹോസ്പിറ്റലിൽ കയറ്റി ഡോസിന് എനിക്ക് മെഡിസിൻ തന്നെ സെയിം മെഡിസിൻ കയറ്റി ഡോസ് കുറഞ്ഞത് എന്റെ ഇതിന് പറ്റിയത് മെഡിസിൻ കയറ്റി 2 ദിവസം കഴിഞ്ഞപ്പം നോർമലായി. എങ്കിലും എനിക്കൊരു വെള്ളം കുടിക്കാൻ പറ്റത്തില്ല, വയറിൽ അത്ര ഇൻഫെക്ഷൻ കിടക്കുക. അതിന്റെ അവരിവിടെ സ്കാൻ ചെയ്ത് ഇവിടുന്ന് സ്റ്റൂൾ ടെസ്റ്റ് ചെയ്ത് ഇവിടുന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴും ഒക്കെ ഈ സെയിം സാധനം തന്നെ പറയുന്നത്. അങ്ങനെ ഇങ്ങനെ ഇവിടെ കാണിച്ച് 1 മാസത്തോളം ഞാൻ ഫുൾ റെസ്റ്റ് എടുത്ത് എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ വീണ്ടും അവിടെ ചെന്ന് കയറുന്നത്. വീണ്ടും അവിടെ ചെന്ന് കേറിയപ്പോ തന്നെ ഇവിടുന്ന് 10-15 പാക്കറ്റ് ബ്രെഡും കൂടെ അവിടെ പോണത്. ബ്രെഡ് ഒരു 5 ദിവസത്തിൽ കൂടുതൽ ബ്രെഡ് നിക്കത്തില്ലല്ലോ, ആ ബ്രെഡ് 2 ദിവസം എങ്ങനെയൊക്കെ ഞാൻ കഴിച്ച് തീർത്ത് 3-ാമത്തെ ദിവസം ആ ബ്രെഡ് മൊത്തം ചീത്തയായി പോയി. അങ്ങനെ ലാസ്റ്റ് അച്ചാറും കൊണ്ടുപോയി വെറും ചോറും അച്ചാറുമായിട്ട് കഴിക്കാൻ തുടങ്ങി. ഒരു ഭക്ഷണം നമുക്ക് തല നിന്നില്ലേ, നമ്മളൊരു നഴ്സിംഗ് സ്റ്റുഡന്റ് അല്ലേ, അപ്പൊ നമുക്ക് നമ്മുടെ ഹെൽത്ത് നോക്കണ്ടേ. അങ്ങനെ അത് കഴിഞ്ഞ് കുഴപ്പമില്ല, ഈ അച്ചാറും ചോറും തീർന്ന് കഴിഞ്ഞപ്പോ ഇവരുടെ കറി കഴിച്ചിട്ട് വീണ്ടും തുടങ്ങി. വീണ്ടും അങ്ങനെ അവിടുത്തെ അപ്പൊ ഉമ്മി ഒരു കാര്യം ഇതിനിടയ്ക്ക് ചോദിച്ചോട്ടെ, ഇതിനിടയ്ക്ക് മറ്റു കുട്ടികൾക്ക് ഈ ഒരു സന്ദർഭത്തിൽ ഇതുപോലെ ഫുഡ് പോയിസന്റെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫുഡിന്റെ കംപ്ലൈന്റ് ഞങ്ങളുടെ ബാച്ചിൽ എനിക്കാണ് ഫസ്റ്റ് ഫുഡ് പോയിസൺ വരുന്നത്. ഞാൻ കഴിഞ്ഞിട്ട് എനിക്ക് ഇത് വന്നപ്പം എനിക്ക് കുറച്ച് ഇതായെന്ന് പറഞ്ഞപ്പം ടീച്ചർമാരോട് ഉമ്മി ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞപ്പം എന്ന് വെച്ചാൽ നമുക്കൊരു ഇപ്പൊ നമ്മള് +1 +2 ഞാൻ പഠിച്ചിട്ടുണ്ട്. നമ്മളൊരു സ്കൂളിലാണെങ്കിലും കോളേജിൽ നമ്മളിപ്പോ ഒരു സ്റ്റുഡന്റ് വയ്യെന്ന് പറഞ്ഞ ടീച്ചറിനെ ഒരു മാനേഴ്സിൽ വിളിച്ച് തിരക്കത്തില്ലേ? തീർച്ചയായിട്ടും. ഇപ്പൊ നമ്മുടെ ഒരു എങ്ങനെയുണ്ട് കുട്ടിക്ക്, ഓക്കെ ആണോ, അവരുടെ കോളേജിൽ നമ്മൾ പോകുന്നയാ. ഇത് അതുപോലും നമ്മളോട് ചെയ്തില്ല. അങ്ങനെ ഉമ്മയായിട്ട് പറഞ്ഞു ഇന്നുപോലെ ഇപ്പം വിടാൻ പറ്റത്തില്ല, ഇന്നുപോലെ അഡ്മിറ്റ് ആക്കിയിരിക്കുക, ഓക്കെ എങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞ ഒരു റിപ്ലൈ വിട്ടു. അത് കഴിഞ്ഞിട്ട് എനിക്ക് കഴിഞ്ഞ് ബാക്കി പിള്ളേര് 2 പേരും എന്റെ കൂട്ടത്തിലുള്ള മറ്റേ സ്റ്റെഫിയും അങ്ങനെ എല്ലാരും കൂടെ അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പം അലീന എന്ന് പറഞ്ഞ കൊച്ചിന് ഇതുപോലെ പ്രശ്നമായി. ആ കൊച്ചു ഇതുപോലെ വീട്ടിലും ഹോസ്പിറ്റലിലും അഡ്മിറ്റ് ഒക്കെ ആയിരുന്നു. അതിങ്ങനെ അഡ്മിറ്റും ഇൻഫെക്ഷനും ഭയങ്കര ഇതാക്കി എന്നെ പോലെ തന്നെ ആയിട്ട് അത് കഴിഞ്ഞ് സ്റ്റെഫിക്ക് വരുന്നത്. ബാക്കി പിള്ളേർക്കൊക്കെ ഒക്കെ വന്നിട്ടുണ്ട്, പക്ഷെ അവരുടെ ഒന്നും വീട്ടുകാര് പ്രതികരിച്ചിട്ടില്ല. പക്ഷെ ഏതോ ഒരു സന്ദർഭത്തിൽ ഏകദേശം 10 കുട്ടികളോ 15 കുട്ടികളോ അങ്ങനെയാണ്ട് ഒരുമിച്ച് അത് മാർച്ച് 31-ാം തീയതി ഇത് കണക്ക് ക്ലോറിൻ അന്നേരത്തേക്ക് ഗ്യാസ് ഒന്നും ഇല്ലാത്ത ടൈം ഉണ്ടല്ലോ, യുദ്ധം പ്രമാണിച്ച് ഗ്യാസിന്റെ ഷോർട്ടേജ് വന്ന സമയം. ആ ഷോർട്ടേജ് വന്ന സമയത്ത് ഞങ്ങളൊക്കെ വീട്ടിൽ വിട്ടായിരുന്നു. വീട്ടിൽ വിട്ട് പിറ്റേന്ന് വെള്ളത്തിന്റെ എന്തോ തടസ്സവും ബുദ്ധിമുട്ടും ഒക്കെ ആയിട്ട് എന്തോ പ്രശ്നം ഉണ്ടായിരുന്ന ടൈമില് അങ്ങനെ ഇവരെന്ത് ചെയ്യുന്നത് ക്ലോറിൻ ചേർന്ന വെള്ളത്തിലോട്ട് ചോറും കറിയും വെച്ച് മീൻ കറിയും വെച്ച് നമുക്ക് തന്നു. ഇത് ഞാനും കഴിച്ച് വെള്ളവും കുടിച്ച് പറഞ്ഞ് എനിക്ക് വോമിറ്റിങ് തുടങ്ങി. ബാക്കി എല്ലാരും വോമിറ്റിംഗ് ആയി. അതുകൊണ്ട് ഇവര് പറഞ്ഞു ഞങ്ങള് വായി കൈയിട്ട് ഛർദ്ദിച്ചതാണ്, ഇത് ഒറിജിനൽ ഛർദ്ദിലൊന്നും അല്ല. അപ്പൊ ആ കണ്ടോണ്ട് നിൽക്കുന്ന പിള്ളേര് പറഞ്ഞു ഞങ്ങള് വായി കൈയിട്ട് ഛർദ്ദിക്കുന്നതാണ് എന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ വായി കൈയിട്ട് ഛർദ്ദിക്കേണ്ട ആവശ്യം ഞങ്ങൾക്ക് എന്തിരിക്കുന്നു, ഞങ്ങൾക്ക് അങ്ങനെ ഛർദ്ദിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞങ്ങൾക്ക് ചിലപ്പോ ബുദ്ധിമുട്ട് നമ്മൾ വൈകിട്ട് പോകാൻ വേണ്ടി ഛർദ്ദിച്ചു കാണും, അത് ഞങ്ങൾ മനഃപൂർവ്വം ചെയ്യുന്നതല്ലെന്ന് ഇങ്ങനെ പറഞ്ഞു. ഞങ്ങൾ 18ഓളം കുട്ടികളുണ്ടായിരുന്നു അന്ന്. ഇതുപോലെ 31-ാം തീയതി 10-18ഓളം കുട്ടികളുണ്ടായിരുന്നു. അവരൊക്കെ അല്ലെങ്കിൽ ഒരു അസുഖം വന്ന് നമ്മളെ വീട്ടിൽ വിടത്തില്ല, അവിടെ നമ്മളെ അവിടുത്തെ റൂമിൽ ഇരുത്തും. അവരുടെ റൂമിൽ ഇരുത്തിയിട്ട് 5 മിനിറ്റ് ഒരു പീരീഡ് ഇരുത്തത്തുള്ളൂ, അതിൽ കൂടി ഇരുത്തത്തില്ല. ഒരു പീരീഡ് ഇരുന്ന് റെസ്റ്റ് എടുത്താ മതി. സ്കൂൾ നിങ്ങൾക്ക് സിക്ക് ലീവ് ഇല്ല എന്നൊക്കെയാ പറയുന്നത്. നിങ്ങൾക്ക് സിക്ക് ലീവ് ഇല്ല, ഒരു നേഴ്സിന് സിക്ക് ലീവിന്റെ ആവശ്യം ഇല്ലെന്നാ പറയുന്നത്. നമ്മുടെ ബോഡിക്ക് ഇതാവാതെ നമ്മൾ എങ്ങനെ ഇതാവുന്നയാ? സിക്ക് ലീവ് ഇല്ല. അവരുടെ കോളേജിൽ നിന്ന് അവരുടെ റൂമിലോട്ട് മാറ്റി ഇരുത്തി നമുക്ക് അറ്റൻഡൻസ് എടുത്തില്ല, ക്ലാസ്സിൽ കയറിയില്ലെന്ന് പറഞ്ഞു. ഉടനെ അത് ആബ്സെന്റ് ഇടും. അങ്ങനെയൊക്കെ അവര് ചെയ്യുന്നത്. പിന്നെ നമ്മള് ഡ്യൂട്ടിക്ക് പോയി നിൽക്കുമ്പോ ആ ഹോസ്പിറ്റലിൽ മൊത്തം പാലിയേറ്റീവ് കെയർ അല്ലാതെ വേറെ ഒന്നുമില്ല.
3 നില. ഈ 18ഓളം കുട്ടികൾ ആ ഒരു സന്ദർഭത്തിൽ അവരുടെ ഹോസ്പിറ്റലിൽ നിന്ന് മെഡിസിൻ എടുത്തിരുന്നോ? അതിനെപ്പറ്റി അറിയാവോ? നിങ്ങൾ എല്ലാരും മെഡിസിൻ എടുത്തിരുന്നു. മെഡിസിൻ എടുത്തിരുന്നു. അപ്പോഴത്തേക്കും അന്ന് ഇതുപോലെ രാത്രി 1 മണിയൊക്കെ എന്തായി. അപ്പോഴത്തേക്കും ഉമ്മ എത്ര പേരെ അഡ്മിറ്റ് ആക്കിയാണെന്ന്? എല്ലാരും അഡ്മിറ്റ് ആയിരുന്നു. രാത്രി വന്ന് വീട്ടിൽ കൊണ്ടുപോയത്. ഈ 18ഓളം കുട്ടികൾ ഓൾറെഡി അഡ്മിറ്റ് ആയിരുന്നു ഇതേ ഹോസ്പിറ്റലിൽ തന്നെ? ആ സെയിം ഹോസ്പിറ്റൽ. അവിടെ വേറെ ഹോസ്പിറ്റൽ, അവരുടെ ഹോസ്പിറ്റലിൽ നമ്മളെ കാണിക്കത്തുള്ളൂ, വേറെ ഹോസ്പിറ്റലിൽ കാണിക്കത്തില്ല. അങ്ങനെ നമ്മള് അപ്പോഴത്തേക്ക് ഉമ്മ ഇതുപോലെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് വരാൻ പറ്റത്തില്ല, ഈ രാത്രി ഇവിടുന്ന് എങ്ങനെ നമ്മള് ചെല്ലാനാ. അപ്പോഴത്തേക്ക് ഈ സ്റ്റെഫിനോട് പറഞ്ഞ് മോനെ അവളെ നീ കൊണ്ടുപോക്കോ, ഒരാള് ബസ് കയറ്റി വിട്ടാ മതി എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഇവര് പറഞ്ഞു വിടത്തില്ല, ആമ്പിളാരൂടെ വിടാൻ പറ്റത്തില്ല, സ്റ്റെഫിന്റെ അമ്മയും ഉണ്ട് കൂടെ. അപ്പോഴത്തേക്കും പറഞ്ഞു വിടാൻ പറ്റത്തൊന്നുമില്ല എന്നിങ്ങനെ ഇവര് ഷൗട്ട് ചെയ്ത് സംസാരിച്ചു. അപ്പൊ ഉമ്മ പറഞ്ഞു എനിക്ക് രാത്രി എന്താ വരാൻ, എനിക്ക് ഒരു വിശ്വാസം കൊണ്ട് വിട്ടേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അന്ന് ഇതുപോലെ വന്ന് ഞങ്ങൾ ഇറങ്ങി, ഞങ്ങള് എന്നെ വിളിക്കാൻ വേണ്ടി അവര് വന്ന്. അതിനുശേഷം ബാക്കി എല്ലാവരുടെയും വീട്ടിൽ നിന്ന് എല്ലാരും ദൂരെയുള്ള കൊല്ലം, അങ്ങനെയുള്ളവർ അവരുടെയൊക്കെ വീട്ടിൽ നിന്ന് രാത്രി വന്ന് അവര് വന്ന് എല്ലാവരെയും കൊണ്ടുപോയി. ഞങ്ങൾ ഒരാഴ്ച ഞങ്ങൾ വീണ്ടും ചെല്ലുന്നത്. ഏകദേശം ഈ 18ഓളം കുട്ടികള് അവരവരുടെ വീടുകളിലേക്ക് തിരികെ പോയി ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട്. എല്ലാരും വീട്ടിൽ പോയി. എന്നുവെച്ചാൽ ആർക്കും നിക്കാൻ പറ്റുന്നില്ല, ഈ ക്ലോറിന്റെ ഇത് കാരണം ഫുഡ് ഒന്നും ഇല്ല, ഒരു പ്രശ്നം എല്ലാം ആയിട്ട് അതിന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളായിട്ട് നിൽക്കുവായിരുന്നു എല്ലാരും. അത് കഴിഞ്ഞ് ഞങ്ങൾ അത് കഴിഞ്ഞ് ഞാൻ ഒരാഴ്ച കഴിഞ്ഞപ്പോ ഞാൻ ചെന്ന് കഴിഞ്ഞ് ആ പോയ ആഴ്ചന്റെ പിറ്റേ ആഴ്ചത്തെ സാറ്റർഡേ ഞങ്ങൾക്ക് എല്ലാ സാറ്റർഡേയും പൊറോട്ടയും മുട്ടക്കറിയും അവിടെ. ഈ പൊറോട്ടയും മുട്ടക്കറി ഞാൻ രാവിലെ കഴിച്ചപ്പോ തൊട്ടൊരു ഛർദില് തുടങ്ങി. എനിക്കൊരു വിധത്തിൽ തല പൊക്കി ഇരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ എനിക്കൊന്ന് കിടക്കണം, ഭയങ്കര ബോഡി അങ്ങോട്ട് വീക്കായിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഞാൻ കൊണ്ടുപോയി ഇവരോട് എന്ന് പറഞ്ഞു ഇന്ന കണക്ക് എനിക്ക് തീരെ വയ്യ മിസ്സേ, തീരെ വയ്യ മിസ്സേ, അങ്ങനെയാ ഇങ്ങനെയാണെന്ന് ഇങ്ങനെ കാര്യം ഞാൻ പറഞ്ഞു. എനിക്ക് ഇവരോടനെ പറയുക സ്റ്റെഫി അപ്പൊ ലീവാ, സ്റ്റെഫി വരാത്തോണ്ടായിരിക്കും സഫാക്ക് വിഷമം, സ്റ്റെഫിനെ കാണുമ്പോ ഫുള്ള് ഓക്കെ ആയിക്കോളും. ഞാൻ പറഞ്ഞു എനിക്ക് സ്റ്റെഫിയായിട്ട് എന്താ ബന്ധം, എനിക്ക് എന്റെ ബോഡിക്ക് വയ്യെന്ന് ഞാൻ പറഞ്ഞോളൂ, അല്ല സ്റ്റെഫീനെ കാണണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ മിസ്സേ എന്ന് പറഞ്ഞു. അല്ല ഇത്ര ദിവസം സ്റ്റെഫീനെ കണ്ടില്ലല്ലോ, കണ്ണും നോക്കി ഇരിക്കണ്ടേ, ഞങ്ങളൊന്ന് കണ്ണും നോക്കിയത് ലെസ്ബിയൻസ് എന്ന് പറയും. മനസ്സിലായി. അതിപ്പോ അങ്ങനെയൊക്കെയുള്ള ചില ആർഗ്യുമെന്റ് പലരും ഉന്നയിക്കാറുണ്ടല്ലോ സ്വാഭാവികമായിട്ട്. അങ്ങനെ അന്ന് ഇതുപോലെ എന്നോട് പറഞ്ഞു ഡ്യൂട്ടിക്ക് കയറിയില്ല, കോമ്പൻസേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് തീരെ വയ്യ, കയറിയില്ലെങ്കിൽ 1:5 കോമ്പൻസേഷൻ ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓൾറെഡി അപ്പൊ ഇത്രയും ദിവസം ഞാൻ ലീവ് എടുത്തതിന്റെ കോമ്പൻസേഷൻ ഓൾറെഡി എനിക്ക് കിടപ്പുണ്ട്. അപ്പൊ ഞാൻ ഇതും കൂടെ ഓർത്ത് ഇനി എക്സാം ഇവിടെ എഴുതിക്കത്തില്ലെന്നും പറഞ്ഞിട്ടുണ്ട് കോമ്പൻസേഷൻ തീരാതാ. അപ്പോഴത്തേക്ക് ഞാൻ ഓർത്തി വേണ്ട ഇനി ഇത് റിസ്ക് എടുക്കണ്ട, പോയി ഡ്യൂട്ടി ചെയ്യാൻ. ഞാൻ ഡ്യൂട്ടിക്ക് തന്നെ കയറി. പക്ഷെ ഡ്യൂട്ടിക്ക് ചെല്ലുന്ന തന്നെ 1, 2, 3 നിലയിൽ മൊത്തം പാലിറ്റി കെയറേ ഉള്ളു, വേറെ ഒന്നുമില്ല. ഈ പാലിറ്റി കെയറിൽ നമ്മളെ അപ്പൂപ്പന്മാരെ അമ്മമ്മമാരെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് വലിച്ച് അവരുടെ ഡയപ്പർ ചേഞ്ച് ചെയ്ത് തരുമ്പോൾ നമ്മൾ ഓൾറെഡി ഒന്നാമത് ടയേർഡ് ആവും. ആ ഹോസ്പിറ്റലിൽ തന്നെ ഇന്ന് ഞാൻ ഛർദ്ദിച്ച് അവിടെ അവരെന്നെ പിടിച്ചുകൊണ്ട് ട്രിപ്പ് ഇട്ട് കിടത്തി, ഗുളിക തന്നു. ഹോസ്പിറ്റൽ എന്ന് പേരുണ്ടെങ്കിൽ പോലും കൂടെ അവിടെ ഈ പാലിറ്റി കെയർ യൂണിറ്റ് മാത്രമാണ് പ്രവർത്തിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലേ? അതെ, ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്ന് പേരുണ്ട്, ബോർഡ് മാത്രമാണ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. ബാക്കി മൊത്തം അവിടെ ഉള്ളത് എന്തുവാ പാലിറ്റി കെയർ ആണ്. ഒരു പിള്ളേരുടെ വാർഡില്ല, പനി വാർഡില്ല, ഒരു വാർഡും ഇല്ല, എല്ലാം പാലിറ്റി കെയറാ. ഈ 35,000-40,000 കൊടുത്ത് ആരും ഇല്ലാത്തവര് കൊണ്ട് അമ്മമ്മമാരെ അപ്പന്മാരെ കൊണ്ടിടും. അവരെ നമ്മൾ നോക്കി ഇതാക്കണം. അല്ല നമ്മളൊരു നേഴ്സിംഗ് സ്റ്റുഡന്റ് ആണെന്ന് പറഞ്ഞ് നമ്മളെ ഒരു സൂചി വെച്ച് കുത്താനോ ട്രിപ്പ് ഇടാനോ ഒന്നും നമ്മളെ പഠിപ്പിച്ചിട്ടില്ല ഇന്നേ വരെ. ഈ ഡയപ്പർ മാറാം, ഇങ്ങനെയൊക്കെ നമുക്ക് അപ്പന്മാരെ അമ്മമാരെ ഡയപ്പർ മാറാം, അത് നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പം ഇതിനകത്തെ എത്ര രൂപയാണ് മൊത്തത്തിൽ അവിടെ കൊടുത്തിരിക്കുന്നത്? മൊത്തം 3.25 ലക്ഷം, 4 ലക്ഷം രൂപ ആയി. 4 ലക്ഷം രൂപ ഇതിനോടൊക്കെ അവിടെ കൊടുത്തു. ഈ 3-4 മാസം കൊണ്ടെന്ന് വേണേ പറയാം, കാരണം നവംബറിലാണല്ലോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, മാർച്ച് ആയപ്പോഴത്തേക്ക് നമ്മളെ അവിടുന്ന്, മാർച്ചല്ല ഏപ്രിൽ 18-ാം തീയതി നിങ്ങളെ അവിടുന്ന് പുറത്താക്കുകയും ചെയ്തു, അല്ലേ? 17-ാം തീയതി. ഓക്കെ, ഏപ്രിൽ 17-ാം തീയതി പുറത്താക്കി. ഞങ്ങൾക്ക് ഇപ്പൊ ആവശ്യം ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ്, ഞങ്ങളുടെ പൈസ. അല്ല തീർച്ചയായിട്ടും കിട്ടണല്ലോ. നിങ്ങളെ ഇനിയിപ്പം ഒരു ഇയറും പോയി ഞങ്ങളുടെ. അല്ല, അവര് പറയുന്നത് പ്രകാരം നിങ്ങൾ കുറ്റവാളികൾ ആണെങ്കിൽ പോലും
ഏതായാലും നിങ്ങൾ ഇത്ര പൈസയും കൊടുത്ത് ഈ സർട്ടിഫിക്കറ്റും കൊടുത്ത് അവരുടെ സൗന്ദര്യം കാണാനൊന്നും അങ്ങോട്ട് ചെന്നതൊന്നും അല്ലല്ലോ, പഠിക്കാൻ വേണ്ടിട്ട് തന്നെ ചെന്നതാണല്ലോ. ഈ ഒരു പ്രശ്നത്തിൽ അന്ന് നടന്ന കാര്യങ്ങളിലൊന്നും ഞാനില്ല. അല്ല ഇനിയിപ്പോ ഉണ്ടെന്ന് അവര് സ്ഥാപിച്ചാൽ പോലും ഈ അവർക്ക് അല്ലെങ്കിൽ തന്നെ ഞങ്ങളെ 3 പേരെയും കണ്ണി കണ്ടുകൂടാ. നിങ്ങൾ കൊടുത്തിരിക്കുന്ന പൈസയും നിങ്ങളുടെ സർട്ടിഫിക്കറ്റും അവര് തിരികെ തരാൻ ബാധ്യസ്ഥരാണല്ലോ. എത്രയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അത് ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നീട് നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ഓൾറെഡി അവർ കേസ് കൊടുത്തിട്ടുണ്ട്. അത് നിയമ നടപടി പ്രകാരം അതിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ കോടതി തീരുമാനിക്കട്ടെ. അതുവരെയും കുറ്റ ആരോപിതരാണല്ലോ. ഇപ്പൊ കേസ് ഇപ്പൊ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ എത്ര കേസ് വേണമെങ്കിലും അങ്ങോട്ടും കൊടുക്കാമല്ലോ. അതുകൊണ്ട് കേസിലോ അല്ലെങ്കിൽ കേസിന്റെ മറ്റ് കാര്യങ്ങളിലോ ഇപ്പം നോക്കേണ്ടതില്ല. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രയും ക്യാഷ് ഉണ്ടാക്കി കൊടുത്തു, നിങ്ങൾ അവിടെ പോയി അഡ്മിഷൻ എടുത്തു. ഈ 3-4 മാസം കൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഏകദേശം 4 ലക്ഷം രൂപയോളം അവർ കൈക്കലാക്കുകയും ചെയ്തു. നിങ്ങൾക്ക് ഇത്രയും കാലം കഷ്ടപ്പാട് അനുഭവിക്കേണ്ടിയും വന്നു. അതിനിടയ്ക്ക് കേസിൽ പ്രതികളാക്കപ്പെട്ടു. അതിനിടയ്ക്ക് തല്ലും കൊണ്ടെന്ന് പറയാം. കാരണം ഇപ്പം കുട്ടിക്ക് തല്ല് ഡയറക്റ്റായിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ പോലും കൂടെ ഇപ്പം മറ്റേ സ്റ്റെഫിയുടെ പേരൻസിനോ അവർക്ക് ആർക്കണ്ട തല്ല് കിട്ടി. അപ്പൊ ഇതാണ് ഇപ്പൊ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ. എന്താണെങ്കിലും ശരി, ഇവരുടെ ഈ സ്ഥാപനത്തിനെതിരെ ഇവരുടെ ഈ നടപടിക്കെതിരെ അതിശക്തമായിട്ട് എന്താണെങ്കിലും പൊതുസമൂഹം ഇപ്പൊ ഇടപെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് കുറച്ച് മനുഷ്യാവകാശ പ്രവർത്തകർ ഇടപെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ സ്ഥാപനം, കാരണം ഇങ്ങനെയുള്ള ഈ മതസ്ഥാപനങ്ങളിലെ ലേബൽ ഇവർക്കുള്ളത് കൊണ്ടാണ് പലരും ഇങ്ങനെയുള്ള ചൂഷണങ്ങൾ നടത്തുന്നത്. പ്രത്യേകിച്ച് ഇപ്പൊ ഇതൊരു ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ അണ്ടറിലാണെന്നാണ് പറയുന്നത് കേട്ടെ. കുരിശൊക്കെ ഒരു വീഡിയോയിൽ കണ്ടു. അതിൽ കുരിശൊക്കെ പ്രിൻസിപ്പാളിന്റെയോ MD-യുടെ ഒക്കെ ഇരിക്കുന്നതിന്റെ തൊട്ട് മുകളിലൊക്കെ വെച്ചിരിക്കുന്ന കുരിശൊക്കെ കണ്ടു. കാരണം ഇതൊരു കവചമാണല്ലോ. എന്തിനും ഏതിനും ഈ ഒരു അടയാളം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ രക്ഷിക്കാൻ, അല്ലെങ്കിൽ ഈ ഒരു ആയുധം എടുത്ത് അവർ പൊതുസമൂഹത്തിന്റെ മുന്നിൽ അവർ വെക്കുന്നു. അതാണ് അവരുടെ തട്ടിപ്പിന്റെ ഏറ്റവും വലിയൊരു കവചം. അതിപ്പോ പലയിടത്തും അത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. എന്താണെങ്കിലും ശരി, ഇപ്പൊ ഇതിനകത്ത് ശക്തമായിട്ടുള്ള ചില നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അപ്പൊ ഞങ്ങൾ അതിനെപ്പറ്റി കഴിഞ്ഞ ദിവസം കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് നിൽക്കുവാണ്. അപ്പോൾ ഒരു കാര്യം ചെയ്യുക, ഇനിയിപ്പം ഇതിനകത്ത് ഞങ്ങളുടെ ഈ മനുഷ്യാവകാശ പ്രവർത്തകരുടെ 1-2 വ്യക്തികളൊക്കെ ആയിട്ടൊന്ന് കൂടി ആലോചിച്ചിട്ട് അതിനെപ്പറ്റി കുട്ടികളെ വിളിച്ച് കാര്യങ്ങൾ പറയാം കേട്ടോ. ആയിക്കോട്ടെ. ഇപ്പം പഠിക്കുന്നൊന്നുമില്ല, ഇപ്പൊ നിലവിൽ വീട്ടിലിരിക്കുവാണ് അല്ലേ? വെറുതെ വീട്ടിലിരിക്കുന്ന, 1 വർഷവും പോയി വെറുതെ വീട്ടിൽ. ഓക്കെ, എന്തായാലും ടെൻഷൻ അടിക്കരുത്. കാരണം ഈ ഒരു കടന്നു പോകുന്ന നിങ്ങളുടെ മാനസികാവസ്ഥ, നിങ്ങളുടെ കുടുംബക്കാരുടെ മാനസികാവസ്ഥ എത്രമാത്രം ഉണ്ടെന്നുള്ളത് സാധാരണപ്പെട്ടവർക്ക്, അത് കേൾക്കുന്നവർക്ക് മനസ്സിലാവണമെന്നില്ല. അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അതിന്റെ കാഠിന്യം മനസ്സിലാവുള്ളൂ. അത് ഞങ്ങൾക്കറിയാം. എന്താണെങ്കിലും ശരി, പിടിച്ചു നിൽക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമയവും കടന്നു പോകും എന്നൊരു വാക്യമുണ്ട്. അതിനെ ഉൾക്കൊണ്ടുകൊണ്ട്, കാരണം പ്രശ്നങ്ങളും പ്രതിസന്ധികളിൽ പിടിച്ചു നിൽക്കാൻ ഉള്ള കരുത്ത് മനസ്സിന് കൊടുക്കുക കേട്ടോ. ആയിക്കോട്ടെ. ബാക്കിയുള്ള കാര്യങ്ങള് ഞങ്ങളെ കൊണ്ട് ചെയ്യാവുന്ന മാക്സിമം സപ്പോർട്ട് ഞങ്ങൾ ചെയ്തു കേട്ടോ. ഓക്കെ.